മഹദിയുടെ ആദ്യത്തെ ശത്രു ആരായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ചിലപ്പോൾ ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇസ്ലാമിക പ്രവചനങ്ങളെപ്പറ്റിയുള്ള ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? മഹ്ദി വന്നാൽ ആദ്യം പോയി ഫലസ്തീനെ മോചിപ്പിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ നമ്മൾ പരിശോധിക്കുന്ന ഈ ഉറവിടം പറയുന്ന ഉത്തരം അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. കാരണം ഈ ഉറവിടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹ്ദിയുടെ ഏറ്റവും വലിയ പോരാട്ടം പുറത്തുള്ള ശത്രുക്കളോടല്ല, മറിച്ച് സ്വന്തം ആളുകളുടെ ഇടയിൽ നിന്നായിരിക്കും. അതും എങ്ങനെയെന്നോ, ഖുർആൻ തന്നെ ഉപയോഗിച്ച് അദ്ദേഹത്തെ എതിർക്കുന്നവരിൽ നിന്ന്. പ്രവാചകൻ മുഹമ്മദ് അനുഭവിച്ചതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ മഹ്ദിക്ക് നേരിടേണ്ടി വരുന്നത് മുസ്ലിങ്ങളിൽ നിന്നായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈയൊരു വാദം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ ഉറവിടം ഇന്നത്തെ മുസ്ലിം ലോകത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണവർ പറയുന്ന യഥാർത്ഥ പ്രശ്നം? അതായത്, ഇസ്ലാം എന്നതിന് അതിന്റെ പേര് മാത്രമേ ബാക്കിയുള്ളൂ, ഖുർആൻ എന്നതിന് അതിന്റെ അക്ഷരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉൾക്കാമ്പില്ലാത്തൊരു പുറന്തോട് മാത്രം. ഈയൊരു ചിന്തയാണ് അവരുടെ മുഴുവൻ വാദങ്ങളുടെയും അടിത്തറ. ഒന്ന് നോക്കിയേ, ഈ ഉറവിടം വരച്ചു കാട്ടുന്ന ചിത്രം ശരിക്കും ഭീകരമാണ്. കടുത്ത ദാരിദ്ര്യം, ആവശ്യത്തിന് ചികിത്സയില്ല, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ തകർന്നു കിടക്കുന്നു, എല്ലായിടത്തും അടിച്ചമർത്തലും അഴിമതിയും. ആളുകൾക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ നാടുവിടാൻ നോക്കുന്നു. ഇതിന്റെയൊക്കെ കൂടെ ഒരു വശത്ത് ജനങ്ങളിങ്ങനെ നരകിക്കുമ്പോൾ മറുവശത്ത് സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളും അവരുടെ കൂട്ടാളികളും സുഖലോലുപരായി ജീവിക്കുന്നു. അപ്പോ ആരാണ് ഈയൊരു അവസ്ഥയ്ക്ക് കാരണം? ആരുടെ നേരെയാണ് ഈ ഉറവിടം വിരൽ ചൂണ്ടുന്നത്? നമുക്ക് നോക്കാം. അവർ പറയുന്നത് ഉലമാ അൽസു അഥവാ തിന്മയുടെ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്ന ഒരു വിഭാഗത്തെപ്പറ്റിയാണ്. അതായത് ഈ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളുമായി കൂട്ടുചേർന്ന് നിൽക്കുന്ന മതനേതാക്കന്മാർ. ജനങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതിനു പകരം ഭരണാധികാരികൾക്ക് വേണ്ടി അവരെ നിയന്ത്രിക്കുകയും മയക്കിക്കിടത്തുകയും ചെയ്യുന്നവർ. ഇവരാണ് യഥാർത്ഥ ശത്രു, ഉള്ളിൽ നിന്നുള്ള ഭീഷണി എന്നാണ് വാദം. ഇവരുടെ അപകടം എത്രത്തോളമുണ്ട് എന്നറിയാമോ? ആ ഉറവിടം നടത്തുന്ന താരതമ്യം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. അന്ത്യകാലത്ത് വരുമെന്ന് പറയുന്ന ദജ്ജാലില്ലേ, ആ ദജ്ജാലിനേക്കാൾ വലിയ അപകടകാരികളാണ് ഈ പണ്ഡിതന്മാർ എന്നാണവർ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ? ഒന്നാമതായി, ഇവരെ നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ സ്വേച്ഛാധിപതികളാണ്. വെള്ളിയാഴ്ച പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് പോലും സർക്കാർ തീരുമാനിക്കും. ഭരണാധികാരിക്കെതിരെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഫത്വയിറക്കും. ഇവിടെ കഷ്ടപ്പാട് സഹിച്ചാലും കുഴപ്പമില്ല, പരലോകത്ത് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് ആളുകളെ മയക്കും. ചുരുക്കിപ്പറഞ്ഞാൽ ഈ ഭരണാധികാരികളുടെ കയ്യിലെ പാവകൾ, ജനങ്ങളെ നിയന്ത്രിക്കാൻ മതത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ എന്തായിരിക്കും മഹദിയുടെ യഥാർത്ഥ ദൗത്യം? ഇവിടെയാണ് കഥ മാറുന്നത്. അതൊരു പുറത്തേക്കുള്ള യുദ്ധമല്ല, മറിച്ച് ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഒരു സമ്പൂർണ്ണ വിപ്ലവമാണ് എന്നാണ് ഈ ഉറവിടം പറയുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ഈ ദൗത്യത്തിന് കൃത്യമായ ഘട്ടങ്ങളുണ്ട്. സ്റ്റെപ്പ് 1, താൻ തന്നെയാണ് ആ വ്യക്തിയെന്ന് മഹ്ദി തെളിവുകൾ സഹിതം സ്ഥാപിക്കും. സ്റ്റെപ്പ് 2, നേരെ പോയി നേരിടുന്നത് ഈ അഴിമതിക്കാരായ പണ്ഡിതന്മാരെ ആയിരിക്കും. അവരാണ് ആദ്യത്തെ ശത്രുക്കൾ. സ്റ്റെപ്പ് 3, അവരെയെല്ലാം ഇല്ലാതാക്കി ഒരു വമ്പൻ ശുദ്ധീകരണം നടത്തും. എന്നിട്ട് സ്റ്റെപ്പ് 4, നഷ്ടപ്പെട്ടുപോയ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തിരികെ കൊണ്ടുവരും. കണ്ടില്ലേ, തുടക്കം എപ്പോഴും ഉള്ളിൽ നിന്നാണ്. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല, എത്രത്തോളം തീവ്രമാണെന്ന് നോക്കൂ. ആ ഉറവിടം പറയുന്നത് നജഫിനും കർബലയ്ക്കുമിടയിൽ വെച്ച് ഏതാണ്ട് 70,000 തിന്മയുടെ പണ്ഡിതന്മാരെ മഹ്ദി വധിക്കുമെന്നാണ്. അപ്പോൾ ഇതൊരു ചെറിയ മാറ്റമല്ല, വളരെ അക്രമാസക്തമായ ഒരു ശുദ്ധീകരണമാണ്. ഈ പണ്ഡിതന്മാരുടെ പഠിപ്പിക്കലുകൾ എങ്ങനെയുള്ളൊരു തലമുറയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ ഉറവിടം ഉപയോഗിക്കുന്ന ഭാഷ വളരെ കടുപ്പമേറിയതാണ്. അവർ പറയുന്നത് ഈ പണ്ഡിതന്മാർ വിഡ്ഢികളെയും അവിശ്വാസികളെയും പന്നികളെയും കുരങ്ങുകളെയുമൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഈ വാക്കുകൾ തന്നെ അവരുടെ കാഴ്ചപ്പാടിന്റെ ആഴം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് വിശദീകരിക്കാൻ അവരെ ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ഈ ടേബിൾ ഒന്ന് നോക്കൂ. ചില ദുഃഖാചരണങ്ങളുടെ ഭാഗമായി നെഞ്ചത്തടിക്കുന്നതിനെ അവർ താരതമ്യം ചെയ്യുന്നത് ഗൊറില്ലകൾ നെഞ്ചത്തടിക്കുന്നതിനോടാണ്. ചെളിയിൽ കുളിക്കുന്ന ചില ആചാരങ്ങളെ പന്നികൾ ചെളിയിൽ കുളിക്കുന്നതിനോടും, ഒരു പുണ്യസ്ഥലത്തേക്ക് നിലത്തുകൂടി ഇഴഞ്ഞുപോകുന്നതിനെ പുഴുക്കൾ ഇഴയുന്നതിനോടും. അതായത് ഇതൊന്നും യഥാർത്ഥ ഇസ്ലാമിന്റെ ഭാഗമല്ല, പിന്നീട് കൂട്ടിച്ചേർത്ത മൃഗതുല്യമായ കാര്യങ്ങളാണെന്ന് സ്ഥാപിക്കാനാണ് ഈ താരതമ്യം. ഈ ശുദ്ധീകരണം അവിടെയും നിൽക്കുന്നില്ല. അത് ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലേക്ക് വരെ എത്തുമെന്നാണ് ഈ കാഴ്ചപ്പാട് പറയുന്നത്. ഇതാണ് ഒരുപക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം.
മഹ്ദി മസ്ജിദുൽ ഹറാമിൽ കോടാലി വയ്ക്കുമെന്നും ഇപ്പോഴുള്ള കേബ പൊളിച്ചുമാറ്റി ഇബ്രാഹിം നബി പണിത അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് പുതിയൊരെണ്ണം പണിയുമെന്നും ഈ ഉറവിടം അവകാശപ്പെടുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര റാഡിക്കലായൊരു ചിന്തയാണിത്. ശരി, അപ്പോൾ ഇങ്ങനെയൊരു വലിയ ശുദ്ധീകരണത്തിനും പുനർനിർമ്മാണത്തിനുമൊക്കെ ശേഷം എന്തായിരിക്കും ഫലം? ഈ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ് അവസാനം സംഭവിക്കുക? അവിടെയാണ് ആ പ്രവചനം വരുന്നത്. ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായിട്ടായിരുന്നു, അത് അവസാനിക്കുന്നതും അപരിചിതമായിട്ടായിരിക്കും. അതായത് മഹദി തിരികെ കൊണ്ടുവരുന്ന ആ യഥാർത്ഥ ഇസ്ലാം ഉണ്ടല്ലോ, അത് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. എത്രത്തോളം എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് പോലും അത് കാണുമ്പോൾ ഇതെന്തൊരു വിചിത്രമായ മതമെന്ന് തോന്നിപ്പോകും. അപ്പോ ഈയൊരു വിശകലനം അവർ അവസാനിപ്പിക്കുന്നത് വളരെ ആഴത്തിലുള്ളൊരു ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ആ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. നമ്മളെല്ലാവരും പണ്ഡിതന്മാരോട് പ്രവാചകനെക്കുറിച്ച് ചോദിക്കാറുണ്ട്, അല്ലേ? എന്നാൽ അതിനു മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രവാചകനോട് ഈ പണ്ഡിതന്മാരെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ശരിക്കും ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണത്.